ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എന്നത്തെയും പോലെ തന്നെ ആടിനുള്ള പിണ്ണാക്കും തവിടൊക്കെ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കി അവിടെ നിന്ന് തന്നെ പിണ്ണാക്കും തവിടും ചോറൊക്കെ ഇട്ടിട്ട് അടുക്കളയിലുണ്ടായിരുന്ന ചോറും കഞ്ഞിവെള്ളമൊക്കെ ഒഴിവാക്കി കഴുകി വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുറത്ത് നിന്ന് എടുത്തു കൊടുക്കുന്നത് അവിടെ നിന്ന് മുറ്റത്തിരിക്കുന്നുണ്ട്. അത് വേറെ അതിൽ പഴത്തോലും ചക്കരമത്തയൊക്കെ ഉണ്ടാവും, അതൊക്കെ മുറിച്ച് റെഡിയാക്കാണ്ട് അത് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ അടുക്കളയിൽ നിന്നുണ്ട് പിണ്ണാക്ക് കുതിരാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ റെഡിയാക്കി വെക്കും. പിന്നെ ചെമ്പും പാത്രമൊക്കെ കഴുകലും അടുപ്പ് മീതനെ തുടക്കൽ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് പിന്നെ എല്ലാതും നുറുക്കി റെഡിയാക്കിയതിന് ശേഷമാണ് ഗ്യാസ് ഓൺ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ ഉള്ളിയും തക്കാളി വെളുത്തുള്ളി അങ്ങനെയുള്ളതൊക്കെ നന്നാക്കലും ഒക്കെ റെഡിയാക്കിയതിന് ശേഷം എല്ലാം അടുപ്പ് കണ്ട് ഒപ്പം കത്തിക്കുക ചെയ്യാം. അപ്പോൾ പിന്നെ പെട്ടെന്ന് പണികൾ കഴിയും. എല്ലതും റെഡിയാക്കിയതിൻ്റെ ശേഷമാണ് ഗ്യാസ് ഓൺ ആക്കുള്ളൂ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും ഒരു എളുപ്പം തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഒപ്പം ചെയ്യുമ്പോൾ അങ്ങനെ അതാ കോഴിമുട്ടക്കറിയും നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി ചായ ഉണ്ടാക്കി. പിന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ട്, പാൽച്ചായ ഉണ്ടാക്കി. അപ്പോൾ കുറച്ചധികമൊക്കെ ഒന്നും ഉണ്ടാക്കാണ്ടായിരുന്നു എല്ലതും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ മീൻ നന്നാക്കലും ഉപ്പേരിക്ക് നുറുക്കലും ഒക്കെ ചെയ്തിട്ട് അതിനോടൊപ്പം തന്നെ അതൊക്കെ ഇനി ആടിനെ വിട്ട് വെള്ളം കാട്ടിയതിന് ശേഷം ഇനി ബാക്കിയുള്ള പണികൾ ചെയ്യുള്ളൂ. ഇപ്പോൾ ചായയുടെ പണി മാത്രം ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങുക ചെയ്തത് കേട്ടോ. ബാക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നുറുക്കിയിട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ അതാ ഇന്ന് പിന്നെ അടിച്ചു വരാൻ തുടക്കലൊക്കെ മക്കളൊക്കെ ചെയ്തിട്ടാണ്, മോളൊക്കെ ചെയ്ത്. അപ്പം അതൊന്നും എനിക്ക് ചെയ്യേണ്ട, അതൊക്കെ അവർ ചെയ്തിട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആടിനെ വെള്ളമൊക്കെ കാട്ടി പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് അവർ ഒരു ട്രിപ്പ് പുല്ലൊക്കെ ആദ്യം തിന്നതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കട്ടിയുള്ള വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും, അതൊക്കെ കൊടുത്ത് പിന്നെ കത്തിക്കാനുള്ള ചോറ് വയ്ക്കാനുള്ള വിറകൊക്കെ എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി വെച്ച്. അപ്പോൾ പിന്നെ ഇനി അടുപ്പത്താണ് എല്ലാ പണികളും. അപ്പോൾ അതൊക്കെ അങ്ങനെ നിർത്താതെ അങ്ങോട്ട് ചെയ്യണമെങ്കിൽ എല്ലാതും റെഡിയാക്കിയിട്ടാണ് തീ പിടിപ്പിക്കുകയുള്ളൂ കേട്ടോ. മീൻ നന്നാക്കൽ അങ്ങനെയുള്ള എല്ലാതും നുറുക്കി റെഡിയാക്കിയതിന് ശേഷമാണ് തീ കത്തിക്കുകയുള്ളൂ. ഗ്യാസമ്മ ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, എല്ലാതും റെഡിയാക്കിയിട്ട് തന്നെ ഗ്യാസ് ഓൺ ആക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ അതാ വിറകൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് പിന്നെ തിരുമ്പിയിടാണ്ടായിരുന്നു, അതൊക്കെ തിരുമ്പിയിടലും അതൊക്കെ പിന്നെ ഉമ്മറ തുടച്ചിട്ടിട്ടാ വേഗം. ഇനി നല്ല പൊടിയുണ്ട്, അപ്പോൾ ആരെങ്കിലും വീട്ടിലേക്ക് കയറി വന്നെങ്കിലും വെച്ചിട്ട് ആദ്യം തന്നെ ഉമ്മറും വേഗം തുടച്ച് ഈ പണികൾ മുറ്റത്ത് ചെയ്യുമ്പോൾ തന്നെ ഉമ്മറം തുടക്കലൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് അടുക്കളയിൽ കയറി ചോറും കറിയൊക്കെ വെക്കലും മീൻ വറുക്കലും ഉപ്പേരി ഉണ്ടാക്കലൊക്കെ ചെയ്താന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ വീഡിയോയിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് 12:30 തന്നെ ആകുമ്പോഴേക്ക് മുറ്റത്തേക്ക് തന്നെ ഇറങ്ങി ആട്ടുംകൂട് വൃത്തിയാക്കാനും അതിന് മുന്നേ ആടിന് വെള്ളം എല്ലാവർക്കും വെച്ച് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ആട്ടുംകൂട് വൃത്തിയാക്കാൻ പോയിട്ടാണ്. വെള്ളം വെച്ച് കൊടുത്തിട്ട് ആട്ടുംകൂട് വൃത്തിയാക്കൽ കഴിയുമ്പോഴേക്ക് അവരെ വെള്ളം കൂടി കഴിഞ്ഞ് അപ്പോൾ എല്ലാവരെയും കൂട്ടിലാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ശേഷമാണ് എല്ലാവരെയും ഉള്ളിലാക്കിയതിന് ശേഷം ഇല വറുക്കാനൊക്കെ പോയിട്ട് ഇപ്പോൾ വെട്ടിക്കൊടുന്ന ഇല ഇല്ല, അപ്പോൾ വറുക്കാൻ പോയി. അതൊക്കെ കൊടുത്തിട്ട് വീണ്ടും അവർക്കൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.